എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ എഡിറ്റ് ഇനി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇവിടെ FIUGP 2025-26 ട്രയൽ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് നിലവിൽ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ആർക്കെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ CAP ID-യും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് എഡിറ്റർ അൺലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ പറ്റും. എഡിറ്റർ അൺലോക്ക് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് താഴെ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ചെയ്യുക. എന്ത് വിവരമാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഓപ്ഷൻസ് ഉൾപ്പെടെ എന്തൊക്കെ എഡിറ്റ് ചെയ്യണം, അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് കൺഫേം ചെയ്യണം. കൺഫർമേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അൺലോക്ക് ഓർ എഡിറ്റ് ഓപ്ഷനിലെ ആ ഒരു ക്ലിക്ക് ഹിയറിൽ വെറുതെ ക്ലിക്ക് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് നിങ്ങൾ കൺഫേം ചെയ്യണം. അപ്പോൾ അങ്ങനെ കൺഫേം ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ അവിടെ പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടാകും. അതായത് എഡിറ്റ് ഓർ അൺലോക്ക് ഓപ്ഷൻ എന്നുള്ള ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് ഉണ്ടാകും. അപ്പോൾ അവിടെയുള്ള ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതോടു കൂടി മാത്രമാണ് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എന്ത് തരത്തിലുള്ള, അതായത് ഓപ്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് വിവരമാണോ എഡിറ്റ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു എഡിറ്റ് ചെയ്ത ആ ഒരു വിവരങ്ങൾ, അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. കൺഫർമേഷൻ, അതായത് പ്രൊസീഡ് ടു കണ്ടിന്യൂ, അങ്ങനെ എന്തോ ആണ് ഏറ്റവും ലാസ്റ്റ് കൺഫർമേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതോടുകൂടി മാത്രമാണ് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ്റെ ഫൈനൽ കൺഫർമേഷൻ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. പ്രിൻ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാതെ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എഡിറ്റ് ഓർ അൺലോക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ശേഷം പിന്നീട് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. നിലവിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ജൂൺ 20-ാം തീയതിയോടെ നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ 21-ാം തീയതിയാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള ഡേറ്റ്. എന്നാൽ ചില സമയങ്ങളിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ചിലപ്പോൾ നേരത്തെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നേരത്തെയൊക്കെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ജൂൺ 20-ാം തീയതിയോടെ നിങ്ങളുടെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. കാരണം പല വിദ്യാർത്ഥികളും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ വെബ്സൈറ്റിൽ ലിങ്ക് ലഭ്യമാണ്. അതുപ്രകാരം നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാവുന്നതും, എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മുൻ വർഷങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു ജൂൺ 20-ാം തീയതിയോടെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ജൂൺ 21-ാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ചിലപ്പോൾ നേരത്തെയൊക്കെ വരാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, അതിപ്പോൾ 1-ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അവിടെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 1-ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാൻഡേറ്ററി ഫീസ് അടക്കണം. അപ്പോൾ ആ ഒരു ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സീറ്റ് നിങ്ങൾ കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ 2-ാമത്തെയോ 3-ാമത്തെയോ 4-ാമത്തെയോ അല്ലെങ്കിൽ 5-ാമത്തെ ഓപ്ഷനൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ 5-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിന് താഴെയുള്ള 6, 7, 8, 9 അങ്ങനെ 20 വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടിയത് ആ ഒരു ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും
ഡിലീറ്റ് ആവും. പിന്നീട് അതിന് മുകളിലുള്ള ബാക്കി ഓപ്ഷൻ, എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെങ്കിൽ അതിൽ 1 മുതൽ 4 വരെയുള്ള ബാക്കി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് 5ാമത്തെ ഓപ്ഷൻ മതി എന്നാണെങ്കിൽ ഞാനവിടെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് മാത്രമായിട്ട് ഞാൻ റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് മുഴുവൻ വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഒരു 5ാമത്തെ ഓപ്ഷൻ ജോയിൻ ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മുഴുവൻ ഓപ്ഷനും ഹയർ ഓപ്ഷനും റിമൂവ് ചെയ്യേണ്ട, ഏതെങ്കിലും കുറച്ച് മാത്രമായിട്ട് റിമൂവ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ മാത്രമായിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഹയർ ഓപ്ഷൻ അവിടെ നിലനിർത്തി എന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു ഹയർ ഓപ്ഷൻ 1, 2, 3, 4, 5 എന്നിങ്ങനെയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി. അതിനുശേഷം നിങ്ങൾ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അത്രമാത്രമേ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് ഈ ഒരു ഹയർ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഹയർ ഓപ്ഷൻ അവിടെ തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. പിന്നീട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോഴ്സിലേക്ക് മാത്രം അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സോ അല്ലെങ്കിൽ കോളേജോ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇഷ്ടപ്പെട്ട കോളേജ് എന്നല്ല, ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട കോളേജിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അവിടെ ആ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് വേണ്ടി ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഇഷ്ടപ്പെട്ട കോഴ്സാണ് കിട്ടേണ്ടത്, അല്ലാതെ കോളേജല്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിലും വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവിടെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിലവിൽ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏകദേശം ജൂൺ 20-ാം തീയതിയോടെ മാത്രമേ വരുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റോ മറ്റോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ ലിങ്ക് ലഭ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഇവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിലവിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷയിൽ എന്ത് വിധ എഡിറ്റും ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്താൽ അത് കൺഫേം ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ആ ഒരു പുതിയ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രിൻ്റ് എടുക്കുകയും ചെയ്യേണ്ടതാണ്. അത് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.